സാറിൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിൽ നല്ലൊരു വോളറ്റിലിറ്റിയാണ് പൊതുവേ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അതോ ലംസമായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ കുറച്ചും കൂടെ ഐഡിയൽ? അതിൽ പല കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഇനി മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട്, വോളറ്റിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിച്ചാണെങ്കിൽ SIP നോ ഡൗട്ട് ചെയ്യാൻ നല്ലത്. പക്ഷേ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ഒറ്റയടിക്ക് ഒരു 20 ലക്ഷം രൂപ ബോണസ് ആയിട്ട് കിട്ടി. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 20 മാസമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു പേടിയുണ്ട്, ഇത് പിന്നെ എത്ര കൊല്ലത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് 20 ലക്ഷം ഉണ്ട്, എനിക്ക് ഇത് വേണ്ടത് അടുത്ത 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഇനി അതല്ല, എനിക്ക് ഇപ്പോൾ ഭയങ്കര ടെൻഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡെറ്റ് ഫണ്ടിലിട്ട് എല്ലാ മാസവും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തെ ടൈമിലേക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങനെ മാർക്കറ്റിംഗ് അറിയാം. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ ആവറേജ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഒറ്റയടിക്കുള്ള ആൻസർ എന്ന് വെച്ചാൽ നമ്മുടെ എടുത്തിരിക്കുന്ന പൈസ എത്രയാണ്, അത് എത്ര കാലം കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ നമ്മൾ മന്ത്ലി ഇൻകം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി SIP ഈസ് ബെറ്റർ. പിന്നെ അതല്ല, നമുക്ക് ഈ ഒരു കാലത്തേക്കാണ് ഇവൻ ഞാൻ പല വിധത്തിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ചെയ്യാറുണ്ട്, എൻ്റെ ക്ലയൻസിന് വേണ്ടി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഭയങ്കര അനിശ്ചിതത്വത്തിലൊക്കെ നിൽക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ SIP ഡെറ്റ് ഫണ്ടിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ 1 വർഷവും 2 വർഷമൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അത് ശരിക്കും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ട് ചില ടൈമിലൊക്കെ മാർക്കറ്റ് ഒറ്റയടിക്ക് 15% താഴെ പോലെ ആ സമയത്ത് മാത്രം ഞാൻ എൻട്രി ചെയ്യും. അപ്പോൾ ആ ഫണ്ട് അങ്ങനെ അതിനുവേണ്ടി വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓരോ ക്ലയൻറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ചാണ്. ഇപ്പോൾ ചില ടൈമിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് ടൈമിൽ ഒരു 30% താഴെ പോയി. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കാം, നമ്മളൊരു പോർട്ട്ഫോളിയോയിൽ ഒരു SIP ചെയ്യണമെങ്കിൽ ഒരു 20% ഡെറ്റ് ഉണ്ടായിരുന്നായിരിക്കും. അങ്ങനെ അസറ്റ് ലൊക്കേഷൻ കറക്റ്റായി. ആ ടൈമിൽ ആ കോവിഡ് ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഫണ്ട് താഴെ പോയി. അപ്പോൾ 100% ലൊക്കേഷൻ ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം പോലും നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഈ 20% അവിടെ അങ്ങനെ തന്നെ നിൽക്കണ്ടോ. ഇതിനെ പിടിച്ചിട്ട് നമുക്ക് ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ കൊണ്ടുവരിക. അവിടെ ഇനി അസറ്റ് ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഫണ്ട് എടുക്കണം, SIP സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും ലംസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? എങ്ങനെയാണ് നമ്മളൊരു ഫണ്ട് നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുക? അല്ല, ഫണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമുള്ളൊരു കാര്യം. നമുക്ക് എത്ര മാത്രം റിസ്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് എപ്പോഴും പലപ്പോഴും നമ്മൾ റിട്ടേണിൻ്റെ പുറകെ പോകുന്നത്. പക്ഷേ റിട്ടേൺ അല്ല, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളെയൊക്കെ കാണാറുണ്ട്, അവർക്ക് ചിലപ്പോൾ എനിക്ക് 50 കോടിക്ക് മേലേക്ക് ആസ്തിയുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് റിസ്കേ എടുക്കണ്ട, എല്ലാ പൈസയും SBIയിൽ FD ഇട്ട് വെച്ചേക്കുക. പിന്നെ അവരോട് നമ്മൾ പറയുന്നത് അതിനേക്കാളും കൂട്ടി ഇത് കിട്ടും. ആൻഡ് ദേ ആർ അവെയർ. അവർക്ക് താല്പര്യമില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഫണ്ട് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും ഇതുവരെ മാർക്കറ്റ് ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഒരു അഡ്വൈസറോട് സംസാരിക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് അദ്ദേഹം മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എൻ്റയർ മാർക്കറ്റിൻ്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 65%, ഓൾമോസ്റ്റ് 75% അല്ലെങ്കിൽ 70% ഇരിക്കുന്നത് ഫസ്റ്റ് 100 കമ്പനീസിലാണ്, ലാർജ് ക്യാപ്പ് കമ്പനിയിലാണ്. ബാക്കി 15% മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലായിട്ട്. അപ്പോൾ നമ്പർ ഓഫ് കമ്പനി നോക്കുകയാണെങ്കിൽ ഇവിടെ 100 ഉള്ളൂ. ആ 100 70% മുകളിലിരിക്കുന്നത്. അപ്പോൾ എൻ്റയർ മാർക്കറ്റ് പോണത് ഈ ഡയറക്ഷനായിരിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ, സ്മോൾ ക്യാപ്പിൽ എടുക്കുമ്പോൾ ഈ സാധനം കയറിയിട്ട് എന്തെങ്കിലും ഒരു ലാർജ് ക്യാപ്പ് ആവും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഇതെല്ലാനും നമ്മൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. പക്ഷേ നമ്മൾ ചരിത്രം നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് 100 ഉള്ളൂ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏകദേശം നമുക്കൊരു 3000-ഓളം സ്മോൾ ക്യാപ്പ് കമ്പനികളുണ്ട്. അതിൽ നിന്ന് 100ാമത്തെ കമ്പനിയിലേക്ക് വരുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ അത്രയും കുറവ് കമ്പനികളുള്ളൂ. അതിനേക്കാളും കൂടുതൽ ചാൻസ് ഇത് ബാങ്ക്രപ്റ്റായി പോകാനുണ്ട്. അപ്പോൾ അവിടെ ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അലോക്കേഷൻ നടത്തുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ലാർജ് ക്യാപ്പ് കമ്പനികളുള്ള ഫണ്ടുകൾ നമ്മൾ നമ്മുടെ ആസെറ്റ് പോർട്ട്ഫോളിയോയിൽ അലോക്കേഷൻ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്താ പറയുക, ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, അതേമാതിരി പാസീവ് നിഫ്റ്റി ഫണ്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെക്സി ക്യാപ്പുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാല്യൂ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഫണ്ടുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ഫണ്ടുകൾ എന്നൊക്കെ പറഞ്ഞ ഫണ്ടുകളൊക്കെ ഇല്ലേ. അപ്പോൾ ഇത്തരം ഫണ്ടുകളിൽ നമ്മൾ കൂടുതൽ
അലോക്കേഷൻ വെക്കുക, അറ്റ്ലീസ്റ്റ് 50% മുകളിൽ. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരു സാന്നിധ്യം കൊടുക്കുക. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ്ലി പൈസ ഇക്വിറ്റിയിൽ മാത്രം വയ്ക്കാതെ കുറച്ച് കമ്മോഡിറ്റി സ്പേസിൽ കൊടുക്കുക. എന്ന് വെച്ചാൽ ഗോൾഡും സിൽവറിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ 50-50 ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 75% ഗോൾഡിലും 25% സിൽവറിലും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കമ്മോഡിറ്റി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താ, അത് ഡോളർ അപ്രീസിയേഷൻ കിട്ടും, കാരണം ഡോളറിൻ്റെയും വില ഇതിൽ ഇൻവോൾവ് ആണ്. അങ്ങനെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഡെറ്റിൻ്റെയും ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ഈ ഫണ്ട് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ശ്രദ്ധിക്കുന്നത്? അതായത് ഇപ്പോൾ ചിലർ എക്സ്പെൻസ് റേഷ്യോ അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ നമ്മളൊരു ഫണ്ട് നോക്കുന്ന സമയത്ത് ഏത് സെക്ടേഴ്സിലാണ്, അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും മിനിമം 5 വർഷം പഴക്കമുണ്ട് നോക്കുക ഫണ്ട്. ഓക്കെ. അപ്പം തന്നെ NFO എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ NFOക്ക് എന്തെങ്കിലും പ്രത്യേകത വേണം. ഫസ്റ്റ് ക്രൈറ്റീരിയ. കാരണം ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പിൻ്റെ NFO വരുന്നു, ഈ സ്മോൾ ക്യാപ്പ് കൂടെ 5-10 വർഷമുള്ള പഴക്കമുള്ള ഫണ്ടുകളുണ്ട്. അതുള്ളപ്പോൾ എന്തിനാ ഈ സ്മോൾ ക്യാപ്പ് വരുന്നത്? ആർ ദേ ബ്രിങ്ങിങ് എനിത്തിങ് ന്യൂ? ഒരു കാര്യം. ഇനി ഇവർ പറഞ്ഞ് നെക്സ്റ്റ് ടെക്നോളജിയാണ് എന്താ പറയുക, എനർജി സെക്ടർ. എനർജി സെക്ടറിൻ്റെ ഒരു NFO വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ എനർജി സെക്ടറിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനർജി സെക്ടറിൽ ഇന്ത്യയിൽ എത്ര കമ്പനികളുണ്ട്, എത്ര ലാർജ് ക്യാപ്പ് കമ്പനികളുണ്ട്, ഇനി എത്ര ലാർജ് ക്യാപ്പ് കമ്പനി ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് പ്ലെയിൻ ബ്രോഡ് ബേസ്ഡ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. കാരണം ഇനി ഗവൺമെൻറ് കൊണ്ട് ഞങ്ങൾ ഇനി എനർജിയിൽ ഞങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ടർ മൊത്തം പോയാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു. അപ്പോൾ 5 വർഷമുള്ളത്. പിന്നെ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫണ്ട് ഹൗസിൽ എടുക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ആ ഫണ്ട് ഹൗസിന് ഒരു 5-10 വർഷം പഴക്കമുള്ള, അവർ ഇന്ത്യയിൽ നിൽക്കാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് മനസ്സിലായിട്ടുണ്ടെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഒരു ബോധമുള്ള ഫണ്ട് ഹൗസസ്. അപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ തന്നെ നമുക്കൊരു 5-10 ഫണ്ട് ഹൗസ് ഉള്ളൂ അതിൽ പറയുന്നത്. ഞാൻ മറ്റുള്ളതിനൊന്നും എതിരല്ല. ഞാൻ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ, കാരണം ഞാൻ കൂടുതൽ റിസ്കിന് നോക്കിയിട്ടുണ്ടാവും പറയണത്. അപ്പോൾ ചിലപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ എത്ര ഇൻട്രസ്റ്റ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നോക്കേണ്ട കാര്യം വെച്ചാൽ ആ ഫണ്ടിന് എത്ര ടോട്ടൽ അസറ്റ് ഉണ്ടെന്നുള്ളത്, AUM എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ ചില ഫണ്ട് വളരെ കുറച്ചുള്ളൂ എങ്കിൽ അതിനർത്ഥം ഇത്രയും നാളും ഒരു 5 വർഷം കഴിഞ്ഞിട്ടും ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ അർത്ഥം. ഇനി അതേപോലെ തന്നെ ആ ഫണ്ടിൽ നമുക്കിപ്പോൾ എത്രമാത്രം നമുക്ക് അസറ്റിനെ നോക്കാൻ പറ്റും, എത്ര ശതമാനം ലാർജ് ക്യാപ്പിൽ മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിലൊക്കെ ഉണ്ടെന്നുള്ളത് അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് മാനേജർക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലും എത്രമാത്രം ബിലീഫ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ലോങ് ടൈമിന് വേണ്ടി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്റ്റോക്കും ലോങ് ടൈം ആയിരിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്ന സാധനമുണ്ട്, എത്ര പ്രാവശ്യം സ്റ്റോക്ക് വാങ്ങി വിറ്റിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഫണ്ട് മാനേജർ എടുക്കുന്ന സ്റ്റോക്കിന് എത്രമാത്രം അദ്ദേഹം ലോങ് ടൈമിലേക്ക് നോക്കുന്നുള്ളത്. അപ്പോൾ അതിൽ ചില മൊമെൻറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊമെൻറ്റം ബേസ്ഡ് സ്റ്റോക്ക് വയ്ക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി എടുക്കണം, അവർക്ക് നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജി നമുക്ക് വേണമെന്ന് നോക്കാം, കാരണം അതിൽ അത്ര റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംഫർട്ട് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടേൺ ഓവർ റേഷ്യോ കുറഞ്ഞത് നമ്മൾ എടുക്കാനായിട്ട് നോക്കാം. ഈ പറഞ്ഞ എല്ലാ പാരാമീറ്റേഴ്സും നമുക്കിത് ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അതേപോലെ റിട്ടേൺ നോക്കും, അറ്റ്ലീസ്റ്റ് 5 ഇയേഴ്സെങ്കിലും നമ്മൾ റിട്ടേൺ നോക്കാം. പിന്നെ റോളിംഗ് റിട്ടേൺ നോക്കാം, അബ്സല്യൂട്ട് റിട്ടേൺ നോക്കാതെ. പിന്നെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്രൈറ്റീരിയയാണ് ഈ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. ഇപ്പോൾ ചിലപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ ഭയങ്കര കുറവായിരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാവരും മോശം നോക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആഡിങ് എനി വാല്യൂ. അപ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം മിക്സ് ആയിട്ട് നമ്മൾ ഒരു 3 ഫണ്ട് നോക്കി അതിൽ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ, അങ്ങനെയാണ് പൊതുവെ ഞാൻ നോക്കാറ്. പിന്നെ വേറെ ആ ഫണ്ട് മാനേജ് ചെയ്യാനുള്ള പ്രീവിയസ് ചെയ്ത് ഫണ്ട്, അതൊക്കെ വേറെ കാര്യം. പിന്നെ ഇപ്പോൾ ഒരു നിയമമുണ്ട്, ഈ ഫണ്ട് മാനേജ്മെൻറ്റ് ടീമും ഈ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും എൻ്റെ ടീമും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താണ്, അങ്ങനെയൊക്കെ നോക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ.